ഇറാനിലുടനീളമുള്ള ബാലിസ്റ്റിക് മിസൈൽ നിർമ്മാണ കേന്ദ്രങ്ങൾ ആക്രമിച്ചതായി ഇസ്രായേൽ. ഇറാനെ സർവ്വശക്തിയും ഉപയോഗിച്ച് ആക്രമിക്കുന്നത് തുടരുകയാണെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞു. തങ്ങളുടെ പൈലറ്റുമാർ ഇറാന്റെ ആകാശത്തിന് മുകളിലാണെന്നും നെതന്യാഹു പറഞ്ഞു. തെക്കൻ ലെബനോണിൽ ഇസ്രായേലിന്റെ ടാങ്ക് ആക്രമിച്ചതായി ഹിസ്ബുള്ള അവകാശപ്പെട്ടു. അതേസമയം വെടിനിർത്തൽ ആഹ്വാനവുമായി ചൈന രംഗത്തെത്തി. ഇസ്രായേൽ വിദേശകാര്യമന്ത്രിയുമായി ചൈനീസ് വിദേശകാര്യമന്ത്രി ടെലിഫോണിൽ ചർച്ച നടത്തി. യൂറോപ്യൻ യൂണിയനിലെ വിദേശകാര്യമന്ത്രിമാർ GCC രാജ്യങ്ങളിലെ വിദേശകാര്യമന്ത്രിമാരുമായി വീഡിയോ കോൺഫറൻസ് നടത്തും. സുഹൈൽ മുഹമ്മദ് ഇന്റർനാഷണൽ ന്യൂസ് ഡെസ്കിൽ നിന്നും വിവരങ്ങൾ നൽകാനായി ചേരുകയാണ്. സുഹൈൽ, ഏറ്റവും ഒടുവിലായി ലഭിക്കുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ്? ചൈനയുടെ ഒരു ഇടപെടൽ അത് യുദ്ധ സമാധാനത്തിനുള്ള ആഹ്വാനമായി മാറുകയാണോ? അസ്ര, അങ്ങനെ പൂർണ്ണമായി വിലയിരുത്താനാകില്ലെങ്കിലും ചെറിയ രീതിയിൽ പ്രതീക്ഷകളുടെ വാർത്ത വരുന്നുണ്ട്. കഴിഞ്ഞ 48 മണിക്കൂറിൽ 4ാം ദിനത്തിലേക്ക് യുദ്ധം കടക്കുന്നു. മണിക്കൂറുകൾ പിന്നിടുമ്പോൾ ഈ പറഞ്ഞതുപോലെ ഇതുവരെ കൈയും കെട്ടി നിന്ന ലോകരാജ്യങ്ങളെല്ലാം പതിയെ മിണ്ടിത്തുടങ്ങുന്നതിനപ്പുറത്തേക്ക് ശക്തമായ ചില സ്റ്റാൻഡുകൾ പറയുന്നു, ചില സ്ട്രോങ് കമന്റുകൾ പറയുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിൽ നിലവിൽ വന്ന റീസെന്റ് ഏറ്റവും വലിയ സ്റ്റേറ്റ്മെന്റ് ചൈനയുടേതാണ്. ചൈന പറയുന്നു വെടിനിർത്തലിന് ആഹ്വാനം ചെയ്യുകയാണ്. ഇറാനോടും ഇസ്രായേലിനോടും വെടിനിർത്തണമെന്ന് പറയുമ്പോൾ അതൊരു സമാധാനത്തിനുള്ള ആഹ്വാനമാണോ, അതിനപ്പുറത്തേക്ക് ഒരു പക്ഷം പിടിക്കലാണോ എന്ന് സംശയമുണ്ട്. കാരണം ഇറാൻ ചൈനയെ സംബന്ധിച്ചിടത്തോളം വലിയ നിർണായകമായ ഒരുപാട് ഇടപാടുകളും നടത്തുന്ന രാജ്യമാണ്. പ്രധാനമായും ചൈനയുടെ 80%-ലധികം ഓയിലും നാച്ചുറൽ ഗ്യാസും ഒക്കെ ആശ്രയിക്കുന്ന ഇറാനിൽ നിന്നാണ്. അതുകൊണ്ട് തന്നെ ഇറാനിലൊരു കോട്ടം വന്നാൽ അത് ചൈനയുടെ സാമ്പത്തിക ഊർജ്ജ മേഖലയെ വലിയ രീതിയിൽ ബാധിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ട് തന്നെ ഇനിയും വൈകിയാൽ അത് സങ്കീർണമാകും എന്ന് ചൈനയ്ക്ക് നല്ലപോലെ അറിയാം. അതുകൊണ്ട് ചൈന രംഗത്ത് വരുന്നു, വെടിനിർത്തൽ ആഹ്വാനം ചെയ്തിരിക്കുകയാണ്. അതേപോലെ തന്നെ ഇന്നലെയും ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ചിയുമായി സംസാരിച്ചപ്പോൾ പറഞ്ഞത് ഇറാന്റെ മേലുള്ള പരമാധികാരത്തിന് മേലുള്ള കടന്നുകയറ്റത്തെ രൂക്ഷമായി വിമർശിക്കുകയും കടന്നുകയറ്റത്തെ അനുവദിക്കില്ലെന്നും പറഞ്ഞിട്ടുണ്ട്. അതായത് പ്രോ ഇറാൻ സ്റ്റേറ്റ്മെന്റ് ആണ്, അല്ലെങ്കിൽ പ്രോ ഇറാൻ സ്റ്റാൻഡാണ് ചൈന പണ്ട് മുതലേ സ്വീകരിച്ചത്. അതേ സ്റ്റാൻഡ് ചൈന ഇപ്പോഴും സ്വീകരിക്കുമ്പോഴും ഇസ്രായേലിനോടും വെടിനിർത്തൽ ആഹ്വാനം ചെയ്യുന്നത്, അതായത് സമാധാനം പുലരണമെന്ന ആഗ്രഹമാണ് കൂടുതലുമായി അതിൽ നിന്ന് പ്രതിഫലിക്കുന്നത്. അതേസമയം തന്നെ യുദ്ധത്തിൽ ആക്രമിക്കപ്പെടുന്ന രാഷ്ട്രമാണെങ്കിലും ആക്രമിക്കുന്ന രാജ്യങ്ങളാണെങ്കിലും ഈ പറയുന്ന ഇസ്രായേലും അമേരിക്കയും ഇറാനും ഒന്നും ഡയറക്റ്റ് ഒരു ചർച്ചയ്ക്ക് വരുന്നില്ലെങ്കിലും ആഗോള രാജ്യങ്ങൾ അതിന്റെ മറുപുറത്ത് ബദലായ ഒരുപാട് ചർച്ചകൾ നടത്താനുള്ള സാധ്യത തെളിഞ്ഞു വരുന്നു. അവരെല്ലാം ചർച്ച ചെയ്ത് ഒരു കൺക്ലൂഷനിൽ എത്തിയതിനു ശേഷം അമേരിക്കയും ഇറാനും ഇസ്രായേലിനും സമാധാനത്തിന്റെ പീസ് ടേബിൾ കോൺഫറൻസിലേക്ക് എത്തിക്കാനാകുമെന്ന പ്രതീക്ഷയാണ് അവർക്കുള്ളത്. അതിൽ എടുത്തു പറയേണ്ടത് നിലവിൽ ഇറാന്റെ ഹോർമുസ് കടൽ അടച്ചതിന് പിന്നാലെ ഏറ്റവും കൂടുതൽ ഊർജ്ജ പ്രതിസന്ധി വരാൻ സാധ്യതയുള്ള രാജ്യങ്ങൾ യൂറോപ്യൻ യൂണിയനാണ്. യൂറോപ്യൻ യൂണിയന്റെ പെട്രോൾ എക്സ്പോർട്ടുകളിൽ 50% മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിൽ നിന്നാണ്. അതുകൊണ്ട് യൂറോപ്യൻ യൂണിയൻ പതിയെ ഊർജ്ജ പ്രതിസന്ധിയിലേക്ക് നീങ്ങുന്നുവോ എന്ന സംശയം വരുന്നുണ്ട്. കാരണം അതുകൊണ്ട് തന്നെയാണ് യൂറോപ്യൻ യൂണിയനിലെ വിദേശകാര്യമന്ത്രിമാർ മിഡിൽ ഈസ്റ്റിലെ വിദേശകാര്യമന്ത്രിമാരുമായി കൂടിക്കാഴ്ചയ്ക്ക് ഒരുങ്ങുന്നത്. പ്രധാനമായും വിഷയത്തിൽ അവർ ഉയർത്തുന്ന കാര്യം എപ്പോഴേക്ക് പഴയ രീതിയിൽ ഈ പറയുന്ന ക്രൂഡ് ഓയിൽ ആണെങ്കിലും നാച്ചുറൽ ഗ്യാസ് ആണെങ്കിലും എത്തിക്കാനാകും, മറ്റു വഴികളുണ്ടോ, ഇനി എത്തിക്കാനായില്ലെങ്കിൽ ഈ ഒരു യുദ്ധത്തിനൊരു ശമനം വേണ്ടേ, നമ്മൾക്ക് കൂട്ടായി ഇരുന്നു കൊണ്ട് ഒരു സമ്മർദ്ദം അമേരിക്ക മേൽ ചെലുത്തേണ്ടി വരില്ലേ, നടക്കാനുള്ള കാര്യങ്ങൾ അവർ സംസാരിക്കാനാണ് സാധ്യത. കാരണം ഇറാൻ ഉദ്ദേശിക്കുന്നത് തന്നെയാണ് ഈ പറഞ്ഞതുപോലെ ഇറാൻ എന്തായാലും സമാധാനത്തില്ല എന്നൊരു ഭാഗത്ത് പറയുന്നു. ഇസ്രായേലും അമേരിക്കയും യുദ്ധം തുടങ്ങിയവർ അത് അവസാനിക്കുന്നവരെ 4 ആഴ്ച നീണ്ടാലും അതിനപ്പുറത്തേക്ക് നീണ്ടാലും ഒരു ഭരണമാറ്റം ഉണ്ടാകുന്ന ഒരു യുദ്ധം തുടരുമെന്ന് ഇസ്രായേലും അമേരിക്കയും പറഞ്ഞു. അതുകൊണ്ട് യുദ്ധം ചെയ്യുന്ന പ്രധാനപ്പെട്ട 3 രാഷ്ട്രങ്ങളും സമാധാനത്തിന്റെ ചർച്ചയ്ക്ക് വേണ്ടി ഒരു ടേബിളിന്റെ കുഴക്കീയിൽ അല്ലെങ്കിൽ ഒരു കുഴക്കീയിൽ വരാൻ സാധ്യതയില്ല. മറിച്ച് മറ്റു രാജ്യങ്ങളിൽ ഈ പറഞ്ഞ പോലെ സാമ്പത്തിക പ്രത്യാഘാതം ഉണ്ടാകുമ്പോൾ അവർ ചേർന്നിരുന്ന് ഒരു സമാധാനം വേണമെന്ന അനിവാര്യത ഈ പറയുന്ന രാജ്യങ്ങളെ അറിയിക്കും. അങ്ങനെ അവരെ സന്നദ്ധത അറിയിപ്പിച്ചുകൊണ്ട് ഒരു ചർച്ചയിലേക്ക് എത്തിക്കാനാകുമെന്നാണ് ശ്രമിക്കുന്നത്. അത് തന്നെയായിരുന്നു ഇറാൻ ഉദ്ദേശിച്ചത്. കാരണം ഒരു കരയാക്രമണത്തിലേക്ക് കടന്നാൽ വലിയ പ്രത്യാഘാതങ്ങൾ അല്ലെങ്കിൽ വലിയ രീതിയിൽ ഒരുപാട് രാജ്യങ്ങൾ അത് വലിയ രീതിയിൽ ബാധിക്കും. അതുകൊണ്ട് അത്തരത്തിലൊരു നീക്കുപോക്കിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ ഇറാന്റെ സമീപത്തുള്ള അമേരിക്കയുടെ ക്യാമ്പുകളുള്ള GCC രാജ്യങ്ങളിലേക്കും അതേപോലെ തന്നെ ഇറാഖ് അടക്കമുള്ള ജോർജിയ അടക്കമുള്ള രാജ്യങ്ങളിലേക്കും വാർ മിസൈൽ ആക്രമണങ്ങൾ നടത്തി സൈനിക ആവളിലേക്ക് അവരുടെ ഉദ്ദേശം ഒരിക്കലും ഈ മനുഷ്യരെ ഇല്ലാതാക്കുക എന്നുള്ളതല്ല, അല്ലെങ്കിൽ അവിടുത്തെ സിവിലിയൻസിനെ ദോഷകരെ ബാധിക്കുക എന്നുള്ളതല്ല. അതിനപ്പുറത്ത് ഇവർ ഇതിലൂടെ ഉദ്ദേശിക്കുന്നത് ഒരു ത്രെറ്റ് ക്രിയേറ്റ് ചെയ്തുകൊണ്ട് അമേരിക്ക മേൽ സമ്മർദ്ദം ഉണ്ടാകണം. അതേസമയം അവിടെ നിന്ന് പെട്രോളും നാച്ചുറൽ ഗ്യാസിന്റെ പ്രൊഡക്ഷൻ നിൽക്കുമ്പോൾ ഊർജ്ജം കിട്ടാതെ യൂറോപ്യൻ രാജ്യങ്ങൾക്കും ഈ വിഷയത്തിൽ ഇടപെട്ടേ മതിയാകും. അതായത് കൂടുതൽ രാജ്യങ്ങളെ കൊണ്ട് ഇതിലേക്ക് ഇടപെടിപ്പിച്ചുകൊണ്ട് ഒരു മധ്യസ്ഥ ചർച്ചയിലേക്ക് ആക്കം കൂട്ടാനുള്ള നീക്കത്തിലാണ് ഇറാന്റെ പ്രത്യാക്രമണങ്ങൾ നിലവിൽ GCC രാജ്യങ്ങൾ നടക്കുന്നത്. ഞാൻ പറഞ്ഞതുപോലെ ഈ പറയുന്ന യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങൾ GCC രാജ്യങ്ങളും സംസാരിക്കാൻ പോകുന്നു. ചൈന വിഷയത്തിൽ ഇടപെടുന്നു. അതേപോലെ തന്നെ ഏറ്റവും പ്രതീക്ഷയുള്ള വാർത്ത
ഒമാനും റഷ്യയും, ഒമാൻ വിദേശകാര്യമന്ത്രിയും റഷ്യൻ വിദേശകാര്യമന്ത്രിയും സെർജിയോ ലാവ്റോവും തമ്മിൽ സംസാരിച്ചു എന്നുള്ളതാണ്. ഈ രണ്ട് രാജ്യങ്ങളും ഈ യുദ്ധം തുടങ്ങിയ ഘട്ടത്തിൽ തന്നെ സമാധാനം വേണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് മധ്യസ്ഥതയ്ക്ക് തയ്യാറാണെന്ന് പറഞ്ഞുകൊണ്ട് മുന്നോട്ട് വന്ന രാജ്യമാണ്. യുദ്ധം തുടങ്ങിയ ആദ്യ ഘട്ടത്തിൽ തന്നെ റഷ്യയാണ് യുണൈറ്റഡ് നാഷണൽ സെക്യൂരിറ്റി കൗൺസിലിനോട് ഇരു രാജ്യങ്ങളും ചർച്ച ചെയ്ത് പ്രശ്നം പരിഹരിക്കണം, ആയുധം താഴെ വെക്കണമെന്ന് പറയുന്നത്. അതേപോലെ തന്നെ അമേരിക്കയോടും ഇറാനോടും വേണമെങ്കിൽ ഞങ്ങൾ മധ്യസ്ഥ വഹിക്കാൻ തയ്യാറാണ്, സമാധാനം പുലരണമെന്ന നെഗോഷിയേഷന് വേണ്ടി ആദ്യം മുന്നോട്ട് വന്ന രാജ്യം ഒമാനാണ്. ഇരു രാജ്യങ്ങളും കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ടെങ്കിൽ അവർ ചർച്ച ചെയ്തിട്ടുണ്ട് ആ സമാധാനം എങ്ങനെ പുലർത്താനാകുമെന്നുള്ളത് തന്നെയാണ്. അതായത് കഴിഞ്ഞ 4 ദിവസത്തെ യുദ്ധം തുടരുന്ന 4 ദിവസത്തിനിടെ കൂടുതൽ രാജ്യങ്ങൾ സമാധാനം കാംക്ഷിക്കുന്ന തരത്തിലുള്ള ഒരു ചർച്ചകളിലേക്ക് നീങ്ങുന്നുവെന്ന ആശ്വാസ വാർത്ത വരുന്നു. ആ സമാധാനം കാംക്ഷിക്കുന്നു എന്ന വാർത്ത വരുമ്പോൾ തന്നെ അതൊരു പക്ഷം പിടിക്കലാകാതിരിക്കാൻ വളരെയേറെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. പക്ഷം പിടിച്ചാൽ ലോകത്തിന്റെ 2 ചേരികളിൽ നിന്ന് വലിയ യുദ്ധത്തിലേക്ക് കാര്യങ്ങൾ പോകും. അത് ഇന്നത്തെ കാലത്ത് ഇന്റർ കണക്റ്റഡ് ആയ ലോകത്ത് ഒരു ലോകം തന്നെ ഒരു മൊത്തത്തിലൊരു ഗ്ലോബൽ വില്ലേജ് മാറുന്ന ഘട്ടത്തിൽ ചെറിയ യുദ്ധം പോലും വലിയ പ്രത്യാഘാതം ഉണ്ടാക്കും. അത്തരത്തിൽ യുദ്ധം ഉണ്ടാവാതിരിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുമ്പോഴും കൂടുതൽ രാജ്യങ്ങൾ സമാധാന ചർച്ചകൾക്ക് വേണ്ടി മുന്നോട്ട് വരട്ടെ എന്ന് ആഗ്രഹിക്കുമ്പോഴുമാണ് നിലവിൽ ചൈനയും റഷ്യയും ഒമാനും അടക്കമുള്ള യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങൾ അടക്കമുള്ളവർ യുദ്ധം നിർത്തണമെന്ന ആവശ്യവുമായി വരാൻ മുന്നിട്ടിറങ്ങുന്നത്. അവർ അതിന് സന്നദ്ധത അറിയിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇവർക്ക് എത്തരത്തിൽ അമേരിക്കയ്ക്കും ഇസ്രായേലിനും ഇറാനും മേൽ സമ്മർദ്ദം ചെലുത്താനാകുമെന്നുള്ളത് കണ്ടറിയേണ്ടി വരും. നമ്മൾ ഇപ്പോൾ സംസാരിക്കുന്ന ഈ മണിക്കൂറിലും ഇസ്രായേൽ ഇറാനിലേക്കും ഇറാൻ ഇസ്രായേലിലേക്കും വ്യാപക മിസൈൽ ആക്രമണം നടത്തുന്നു എന്നാണ് നമുക്ക് ഈ പറയുന്ന അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ ലഭിക്കുന്ന വിവരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.